ആസ്ടെക് സംസ്കാരം 12-ാം നൂറ്റാണ്ടോടെ ആസ്ടെക്കുകൾ വടക്കൻ പ്രദേശത്ത് നിന്ന് മെക്സിക്കോയുടെ മധ്യ താഴ്വരങ്ങളിലേക്ക് കുടിയേറി. ആസ്ടെക് സംസ്കാരത്തിൽ 12-ാം നൂറ്റാണ്ടോടുകൂടെ ആസ്ടെക്കുകൾ ഇവിടെ നിന്ന് വടക്കൻ പ്രദേശത്ത് നിന്ന് മെക്സിക്കോയുടെ മധ്യ താഴ്വാരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. മറ്റു ഗോത്രങ്ങളെ തോൽപ്പിച്ച് അവർ തങ്ങളുടെ സാമ്രാജ്യ വിസ്തൃതി വ്യാപിച്ചു. അപ്പോൾ ഇവർ മറ്റുള്ള ഗോത്രക്കാരെയെല്ലാം തോൽപ്പിച്ച് ഇവരുടെ സാമ്രാജ്യത്തിൻ്റെ വിപുലമാക്കിക്കൊണ്ടിരുന്നു. അവരുടെ സമൂഹത്തെ പല തട്ടുകളായി തിരിച്ചിരുന്നു. സമൂഹത്തെ പല വിഭാഗങ്ങളിൽ തട്ടുകളായി തിരിച്ചിരുന്നു. പ്രഭുക്കന്മാർ, യോദ്ധാക്കൾ, പുരോഹിതന്മാർ എന്നിവരായിരുന്നു സമൂഹത്തിൻ്റെ മുകൾ തട്ടിലുള്ളവ. ആരെല്ലാമാണ് മുകൾ തട്ടിലുള്ളവർ? പ്രഭുക്കന്മാർ, യോദ്ധാക്കൾ, പുരോഹിതന്മാർ എന്നിവർ. വ്യാപാരികൾക്കും വിദഗ്ധരായ കൈത്തൊഴിലുകാർക്കും ഭിഷങ്കുരന്മാർക്കും വിവേകികളായ അധ്യാപകർക്കും സമൂഹം ആദരവ് നൽകിയിരുന്നു. സമൂഹം ആദരവ് കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ, അധ്യാപകർ, കൈത്തൊഴിലുകാർ, വ്യാപാരികൾ എന്നിവർ. മറ്റു സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. മെക്സിക്കോ തടാകത്തിൽ ചിനമ്പകൾ എന്ന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ചു. ചിനമ്പകൾ അത് മെക്സിക്കൻ തടാകത്തിലെ ഒരു കൃത്രിമ ദ്വീപായിരുന്നു. ഫലഭൂയിഷ്ഠമായ കൃത്രിമ ദ്വീപുകളിൽ തെനോച്തിത്ലാൻ എന്ന തലസ്ഥാനം സ്ഥാപിച്ചു. സൂര്യദേവനെ ആരാധിക്കാനായി നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. സൂര്യനായിരുന്നു പ്രധാന ദേവൻ, അതുകൊണ്ട് തന്നെ സൂര്യനു വേണ്ടി നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. കൃഷി ചെയ്തിരുന്നവ ചോളം, ബീൻസ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ് എന്നിവയായിരുന്നു. കൃഷി ചെയ്തിരുന്നത് എന്തെല്ലാമായിരുന്നു? ചോളം, ബീൻസ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്. ഭൂമിയുടെ ഉടമകൾ ഗോത്രങ്ങളായിരുന്നു. ഗോത്രങ്ങൾക്കായിരുന്നു ഭൂമിയുടെ ഉടമസ്ഥാവകാശം. കർഷകർ അടിമകളെ പോലെ പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തു. കുട്ടികൾ വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി. കുട്ടികൾക്ക് വിവിധ രംഗങ്ങളിൽ വിദ്യാഭ്യാസവും പരിശീലനവും കൊടുത്തിരുന്നു. 16-ാം നൂറ്റാണ്ടോടെ ഈ സംസ്കാരം ദുർബലമായി.